ഓണം വന്നാൽ നമ്മളെല്ലാവരും പറയുന്ന ഒരു കഥയുണ്ട്. മാവേലി നാട് കാണാൻ വരുന്ന ദിവസമാണ് തിരുവോണം. പക്ഷെ മഹാബലിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരു ചെറിയ ബ്രാഹ്മണ ബാലനായി വാമനൻ അദ്ദേഹത്തിന്റെ മുന്നിലെത്തി. ചോദിച്ചത് വെറും 3 അടി ഭൂമി. ആദ്യത്തെ ചുവട്, രണ്ടാമത്തെ ചുവട്, പിന്നെ മൂന്നാമത്തെ ചുവട് വെക്കാൻ സ്ഥലമില്ലാതായപ്പോൾ മഹാബലി സ്വന്തം തല തന്നെ മുന്നോട്ട് വെച്ചു. വാമനൻ മൂന്നാമത്തെ ചുവട് അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചു. മഹാബലി പാതാളത്തിലേക്ക് പോയി. സാധാരണ നമ്മൾ കേട്ടുവരുന്ന കഥ അവിടെ അവസാനിക്കും. പക്ഷെ കഥ യഥാർത്ഥത്തിൽ അവിടെ അവസാനിക്കുന്നില്ല. മഹാബലിക്ക് അതിനുശേഷം എന്താണ് സംഭവിച്ചത്? എല്ലാം നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹത്തിന് ലഭിച്ച അനുഗ്രഹം എന്തായിരുന്നു? പിന്നെ ഈ കഥ എങ്ങനെയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായ ഓണവുമായി ചേർന്നത്? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാം നഷ്ടപ്പെട്ടിട്ടും സ്വന്തം വാക്ക് കൈവിടാത്ത ഒരു രാജാവിൻ്റെ കഥയാണ്. അതെ, മഹാബലിയുടെ കഥ. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ബെൽ ബട്ടൺ കൂടി അമർത്തി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മഹാബലി ആരായിരുന്നു? മഹാബലിയുടെ കഥ തുടങ്ങേണ്ടത് അദ്ദേഹത്തിൽ നിന്നല്ല, അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനായ പ്രഹ്ലാദനിൽ നിന്നാണ്. ഹിരണ്യകശിപുവിൻ്റെ മകനായിരുന്നു പ്രഹ്ലാദൻ. പക്ഷെ പിതാവിൽ നിന്ന് വ്യത്യസ്തമായി പ്രഹ്ലാദൻ മഹാവിഷ്ണുവിൻ്റെ വലിയ ഭക്തനായിരുന്നു. ആ പ്രഹ്ലാദൻ്റെ മകനായിരുന്നു വീരോചനൻ. വീരോചനൻ്റെ മകനാണ് നമ്മൾ മാവേലി എന്ന് വിളിക്കുന്ന മഹാബലി. അസുരവംശത്തിൽ ജനിച്ച രാജാവ്. പക്ഷെ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ അയാൾ ജനിച്ച വംശം മാത്രം നോക്കിയാൽ മതിയാകില്ല. മഹാബലിയെക്കുറിച്ചുള്ള കഥകളിൽ വീണ്ടും വീണ്ടും പറയപ്പെടുന്ന ചില ഗുണങ്ങളുണ്ട്. ദാനശീലം, വാക്കുപാലിക്കൽ, പ്രജകളോടുള്ള കരുതൽ, ധൈര്യം, പിന്നെ എന്തു വന്നാലും പിന്നോട്ട് പോകാത്ത സ്വഭാവം. മഹാബലിയുടെ ശക്തി വർദ്ധിച്ചതോടെ ദേവന്മാർക്ക് അവരുടെ അധികാരവും സ്ഥാനവും നഷ്ടപ്പെട്ടു. അവിടെയാണ് കഥ വലിയൊരു വഴിത്തിരിവിലേക്ക് പോകുന്നത്. ഇവിടെയാണ് കഥയിൽ അതിഥി എത്തുന്നത്. അതിഥി കശ്യപ മഹർഷിയുടെ ഭാര്യയും ഇന്ദ്രൻ ഉൾപ്പെടുന്ന ആദിത്യന്മാരുടെ മാതാവുമായാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദേവന്മാർക്കുണ്ടായ ഈ അവസ്ഥ അവരെ ഏറെ ദുഃഖിപ്പിച്ചു. തൻ്റെ മക്കൾക്ക് നഷ്ടപ്പെട്ട സ്ഥാനം തിരികെ ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ അതിഥി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി മഹാവിഷ്ണു ഒരു അവതാരം സ്വീകരിക്കുന്നു. പക്ഷെ ഇത്തവണ ഒരു വലിയ യോദ്ധാവായിട്ടല്ല, ആയുധങ്ങളുമായി വന്നില്ല. ഒരു ചെറിയ ബ്രാഹ്മണ ബാലന്റെ രൂപത്തിലാണ് വന്നത്. അതാണ് വാമന അവതാരം. കാഴ്ചയിൽ വളരെ ചെറിയ ഒരാൾ. പക്ഷെ ആ ചെറിയ രൂപത്തിനുള്ളിൽ ആരാണെന്ന് അന്ന് പലർക്കും അറിയില്ലായിരുന്നു. അതേസമയം മഹാബലി ഒരു വലിയ യാഗം നടത്തുകയായിരുന്നു. അവിടെ എത്തുന്നവർക്ക് ആവശ്യപ്പെട്ടത് നൽകാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് ആ ചെറിയ ബാലൻ യാഗശാലയിലേക്ക് നടന്നെത്തുന്നത്. അവിടെ ഉണ്ടായിരുന്നവരുടെ ശ്രദ്ധ ആ ബാലനിലേക്ക് തിരിഞ്ഞു. മഹാബലിയും അദ്ദേഹത്തെ കണ്ടു. ബലി ആദരവോടെ സ്വീകരിച്ചു. പിന്നെ ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടത്? രാജാവിൻ്റെ മുന്നിൽ അവസരം തുറന്നു കിടക്കുകയാണ്. സ്വർണം ചോദിക്കാം, പശുക്കൾ ചോദിക്കാം, വലിയൊരു പ്രദേശം തന്നെ ചോദിക്കാം, ജീവിതകാലം സുഖമായി കഴിയാനുള്ള സമ്പത്ത് ചോദിക്കാം. പക്ഷേ വാമനൻ അതൊന്നും ചോദിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ 3 ചുവടുകൾ കൊണ്ട് അളക്കാൻ കഴിയുന്നത്ര ഭൂമി മാത്രം മതി. മഹാബലി അത്ഭുതപ്പെട്ടു. ഇത്ര വലിയ രാജാവിൻ്റെ മുന്നിൽ വന്നിട്ട് വെറും 3 ചുവട് ഭൂമിയും. മഹാബലി വീണ്ടും പറഞ്ഞു, കൂടുതൽ ചോദിച്ചോളൂ, നിനക്ക് വേണ്ടത് ഞാൻ തരാം. പക്ഷെ വാമനൻ ആവശ്യപ്പെട്ടത് അത്രമാത്രം, 3 ചുവട്. ചെറിയൊരാവശ്യം, കേൾക്കുമ്പോൾ അത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ മഹാബലിയുടെ ഗുരുവായ ശുക്രാചാര്യർക്ക് എന്തോ സംശയം തോന്നി. ശുക്രാചാര്യർ മഹാബലിയെ തടഞ്ഞു. ഈ ബാലൻ സാധാരണ ഒരാളല്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇത് മഹാവിഷ്ണു ആണെന്നും ഈ 3 ചുവടുകൾക്ക് പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ടെന്നും അദ്ദേഹം ബലിയോട് പറഞ്ഞു. ഇവിടെ മഹാബലിക്ക് ഒരു തീരുമാനമെടുക്കാമായിരുന്നു. കൊടുത്ത വാക്ക് വേണേൽ തിരിച്ചു വാങ്ങാം. ഇപ്പോൾ ദാനം നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാം. അദ്ദേഹത്തിന് നഷ്ടപ്പെടാനുണ്ടായിരുന്നത് ചെറിയൊരു ഭൂമിയല്ല, ഒരു സാമ്രാജ്യം തന്നെയായിരുന്നു. പക്ഷെ ബലിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് മഹാവിഷ്ണു ആണെങ്കിൽ പോലും കൊടുത്ത വാക്ക് മാറ്റാൻ അദ്ദേഹം തയ്യാറായില്ല. കാരണം തൻ്റെ സമ്പത്തിനേക്കാൾ വിലപ്പെട്ടതായി ബലി കണ്ടത് മറ്റൊന്നായിരുന്നു, സ്വന്തം വാക്ക്. അദ്ദേഹം ദാനം ഉറപ്പിച്ചു. 3 ചുവട് ഭൂമി വാമനന് നൽകാമെന്ന് പറഞ്ഞു. അവിടെയാണ് കഥയുടെ മുഴുവൻ രൂപവും മാറുന്നത്. മഹാബലി സമ്മതം നൽകിയ നിമിഷം ആ ചെറിയ ബ്രാഹ്മണ ബാലന്റെ രൂപം മാറി തുടങ്ങി. ശരീരം ഉയർന്നു, വലുതായി, വീണ്ടും വലുതായി. ആകാശത്തെയും ലോകങ്ങളെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ ആ രൂപം വളർന്നു. വാമനന്റെ ചെറിയ രൂപം മാറി. അവിടെ പ്രത്യക്ഷപ്പെട്ടത് ത്രിവിക്രമന്റെ വിശ്വരൂപം. പിന്നെ ആദ്യത്തെ ചുവട്, ഒരു ചുവടിൽ ഭൂമിയെ അളന്നു. രണ്ടാമത്തെ ചുവട്, ഉയർന്ന ലോകങ്ങളും അളക്കപ്പെട്ടു.
ഇനി ബാക്കി മൂന്നാമത്തെ ചുവട്. പക്ഷെ വെക്കാൻ സ്ഥലമെവിടെ? വാമനൻ ചോദിക്കുന്നു. മഹാബലി, നീ എനിക്ക് 3 ചുവട് ഭൂമി തരാമെന്ന് പറഞ്ഞിരുന്നു. 2 ചുവടുകൾ കഴിഞ്ഞു. എൻ്റെ മൂന്നാമത്തെ ചുവട് എവിടെ വെക്കണം? അവിടെയാണ് ഈ കഥയിലെ ഏറ്റവും ശക്തമായ നിമിഷം വരുന്നത്. മഹാബലിക്ക് എല്ലാം മനസ്സിലായി. രാജ്യം പോയി, അധികാരം പോയി, സ്വന്തമെന്ന് കരുതിയതെല്ലാം 2 ചുവടുകളിൽ അവസാനിച്ചു. ഇനി കൊടുക്കാൻ ഭൂമിയില്ല. പക്ഷേ ഇനിയും അദ്ദേഹത്തിന് ഒന്ന് ബാക്കിയുണ്ട്. മഹാബലി തല താഴ്ത്തി. പിന്നെ പറഞ്ഞു, മൂന്നാമത്തെ ചുവട് എൻ്റെ തലയിൽ വെക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാജാവിൻ്റെ മുന്നിൽ 2 വഴികളാണ്. ഒന്നാമത്തേത് തൻ്റെ വാക്ക് തെറ്റിച്ച് എല്ലാം രക്ഷിക്കുക. രണ്ടാമത്തേത് തൻ്റെ വാക്ക് പാലിച്ച് എല്ലാം നഷ്ടപ്പെടുത്തുക. മഹാബലി തിരഞ്ഞെടുത്തത് രണ്ടാമത്തേതായിരുന്നു. അതിനാലാണ് ഈ കഥയിൽ മഹാബലി വെറും ശക്തനായ രാജാവെന്ന് മാത്രമല്ല, വാക്കിന് വില നൽകിയ രാജാവും കൂടിയാണെന്ന് ഓർക്കപ്പെടുന്നത്. നമ്മൾ സാധാരണ കേൾക്കുന്ന കഥ ഇവിടെ വളരെ വേഗം അവസാനിക്കും. വാമനൻ മൂന്നാമത്തെ ചുവട് മഹാബലിയുടെ തലയിൽ വെച്ചു. മഹാബലി പാതാളത്തിലേക്ക് പോയി. പക്ഷേ ഈ കഥയ്ക്ക് അതിനപ്പുറം ഒരു ഭാഗമുണ്ട്. ഭാഗവതത്തിലെ കഥയിൽ മഹാബലി തൻ്റെ നിലപാടിൽ നിന്ന് മാറുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം കൊടുത്ത വാക്കിനെ നിഷേധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭക്തിയും സത്യനിഷ്ഠയും അംഗീകരിക്കപ്പെടുന്നു. അവസാനം അദ്ദേഹത്തിന് സുതലം എന്ന ലോകത്തിൽ മഹത്തായ സ്ഥാനം ലഭിക്കുന്നു. അവിടെ അദ്ദേഹത്തിന് സംരക്ഷണവും അനുഗ്രഹവും ലഭിക്കുന്നു. അതുകൊണ്ട് ഈ കഥയെ വെറും വാമനൻ വന്ന് മഹാബലിയെ തോൽപ്പിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ കഥയുടെ വലിയൊരു ഭാഗം നഷ്ടപ്പെടും. കാരണം അവസാനം ഉയർത്തിപ്പിടിക്കപ്പെടുന്നത് മഹാബലിയുടെ സ്വഭാവം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്ക്, അദ്ദേഹത്തിൻ്റെ ദാനം, അദ്ദേഹത്തിൻ്റെ സമർപ്പണം. എന്നാൽ ഓണം എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെയാണ് പുരാണ കഥയും കേരളത്തിൻ്റെ സ്വന്തം ഓണ ഐതിഹ്യവും തമ്മിൽ ചേരുന്നത്. കേരളത്തിൽ തലമുറകളായി പറയപ്പെടുന്ന കഥ പ്രകാരം മഹാബലിക്ക് തൻ്റെ പ്രജകളോട് വലിയ സ്നേഹമായിരുന്നു. രാജ്യവും അധികാരവും നഷ്ടപ്പെടുന്നതിനേക്കാൾ തൻ്റെ ജനങ്ങളെ വിട്ടുപോകുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വേദന. അതുകൊണ്ട് മഹാബലി ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ അനുവദിക്കണം. ആ ആഗ്രഹം അനുവദിക്കപ്പെട്ടു എന്നാണ് കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഓണ ഐതിഹ്യം. അങ്ങനെ ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം തൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ കാണാൻ മാവേലി വീണ്ടും എത്തുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ടാണ് മാവേലിയുടെ വരവിനെ നമ്മൾ ആഘോഷത്തോടെ വരവേൽക്കുന്നത്. വീടുകൾ വൃത്തിയാക്കുന്നു, പൂക്കളമൊരുക്കുന്നു, പുതിയ വസ്ത്രം ധരിക്കുന്നു, കുടുംബം ഒന്നിക്കുന്നു, സദ്യ ഒരുക്കുന്നു. കാരണം തൻ്റെ ജനങ്ങളെ കാണാൻ വരുന്ന രാജാവിന് കാണേണ്ടത് സന്തോഷമുള്ളൊരു നാടാണ്, സമൃദ്ധിയുള്ള വീടുകളാണ്, ഒരുമയുള്ള മനുഷ്യരാണ്. അവിടെയാണ് മാവേലിയുടെ കഥ ഒരു പുരാണ കഥയിൽ നിന്ന് മാറി മലയാളിയുടെ മനസ്സിലെ ഓണമായി മാറുന്നത്. മാവേലി നാടുവാണിടും കാലം. നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു ചിത്രമുണ്ട്. മാവേലി നാടുവാണിരുന്ന കാലം. മനുഷ്യരെല്ലാം ഒരുപോലെ, കള്ളവുമില്ല, ചതിയുമില്ല, പട്ടിണിയില്ല, ഭയമില്ല. അത് ചരിത്രരേഖയായി കാണേണ്ട ഒരു വിവരണമല്ല, നമ്മുടെ ജനകീയ ഓർമ്മയിൽ രൂപപ്പെട്ട ഒരു നല്ല നാടിൻ്റെ സ്വപ്നം കൂടിയാണ്. എങ്ങനെ ആയിരിക്കണം ഒരു നല്ല സമൂഹം? മനുഷ്യർ തമ്മിൽ എങ്ങനെ ആയിരിക്കണം? ഒരു ഭരണാധികാരി തൻ്റെ ജനങ്ങളോട് എങ്ങനെയായിരിക്കണം? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഒരു മനോഹരമായ സങ്കല്പമായി മാവേലിയുടെ നാട് നമ്മുടെ സംസ്കാരത്തിൽ ജീവിക്കുന്നു. അതുകൊണ്ടായിരിക്കാം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മാവേലി മലയാളിയുടെ മനസ്സിൽ നിന്ന് പോകാത്തത്. ഇവിടെ പലപ്പോഴും ഒരു ചോദ്യം വരാറുണ്ട്. മഹാബലി ഇത്ര നല്ല രാജാവായിരുന്നെങ്കിൽ വാമനൻ എന്തിനാണ് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത്? അല്ലെങ്കിൽ ഇത് മഹാബലിയെ ചതിച്ച കഥയല്ലേ? ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരു വരിയിൽ ഉത്തരം പറഞ്ഞാൽ കഥയെ വളരെ ലളിതമാക്കി കളയും. പുരാണ കഥകളെ അവയുടെ കാലഘട്ടത്തിലും ആത്മീയ ആശയങ്ങളിലുമാണ് കാണേണ്ടത്. ഇവിടെ മഹാബലി മോശം മനുഷ്യനാണെന്ന് കഥ പറയുന്നില്ല. അതുപോലെ തന്നെ വാമനനെ വെറും വില്ലനാക്കിയും കഥ അവസാനിപ്പിക്കുന്നില്ല. ഈ കഥയിൽ അധികാരം മാറുന്നു, പക്ഷെ മഹാബലിയുടെ മഹത്വം ഇല്ലാതാകുന്നില്ല. മറിച്ച് അവസാനം അത് കൂടുതൽ തെളിയുന്നു. എല്ലാം കൈവശമുള്ളപ്പോൾ ദാനം ചെയ്യുന്നത് എളുപ്പമാണ്. പക്ഷെ എല്ലാം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും കൊടുത്ത വാക്ക് പാലിക്കുക, അതാണ് മഹാബലിയെ വ്യത്യസ്തനാക്കുന്നത്. 3 ചുവടുകളുടെ കഥയെ പലരും പല രീതിയിൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വളരെ ലളിതമായൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ എൻ്റേത് എന്ന് കരുതുന്ന പല കാര്യങ്ങൾ, പണം, വീട്, ഭൂമി, പദവി, അധികാരം, ഇതെല്ലാം ഒരു ദിവസം മാറിപ്പോകാം. മഹാബലിയുടെ കയ്യിൽ ലോകമുണ്ടായിരുന്നു. 2 ചുവടുകൾക്ക് ശേഷം ഒന്നുമില്ല. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാത്രമാണ്. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം കൊടുത്ത വാക്ക്,
അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അതുകൊണ്ടാവാം ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഈ കഥ ഇന്നും പറയപ്പെടുന്നത്. ഓണത്തിന് മഹാബലിയുടെ ഐതിഹ്യം മാത്രമല്ല ഉള്ളത്. കേരളത്തിൻ്റെ കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിളവെടുപ്പ് ആഘോഷത്തിൻ്റെ സ്വഭാവവും ഓണത്തിനുണ്ട്. കാലത്തിനൊപ്പം പല ആചാരങ്ങളും പല കഥകളും അതിലേക്ക് ചേർന്നു. പക്ഷെ ഇന്ന് ലോകത്തിൻ്റെ ഏതു ഭാഗത്തിരുന്നാലും ഒരു മലയാളി ഓണം എന്ന് കേൾക്കുമ്പോൾ ഓർക്കുന്ന മുഖങ്ങളിൽ ഒന്ന് മാവേലിയുടേതാണ്. കാരണം മാവേലി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നല്ലൊരു നാട് വലിയ കൊട്ടാരങ്ങൾ കൊണ്ടല്ല ഉണ്ടാകുന്നത്. മനുഷ്യർ സന്തോഷത്തോടെയും ഒരുമയോടെയും ജീവിക്കുമ്പോഴാണ്. ഒരാൾ മറ്റൊരാളെ മനുഷ്യനായി കാണുമ്പോഴാണ് നല്ലൊരു നാട് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ചെറിയ ബ്രാഹ്മണ ബാലൻ ചോദിച്ച 3 ചുവട് ഭൂമി ഒരു മഹാരാജാവിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ആദ്യത്തെ ചുവട് ഭൂമിയിലേക്ക്, രണ്ടാമത്തെ ചുവട് ലോകങ്ങളിലേക്ക്, മൂന്നാമത്തെ ചുവട് ഒരു രാജാവിൻ്റെ തലയിൽ. പക്ഷെ ആ മൂന്നാമത്തെ ചുവടോടെ മഹാബലി ഇല്ലാതായില്ല. അദ്ദേഹം മറ്റൊരു രീതിയിൽ ജീവിക്കാൻ തുടങ്ങി. കഥകളിൽ, പാട്ടുകളിൽ, പൂക്കളങ്ങളിൽ, ഓണസദ്യകളിൽ, പിന്നെ ഓരോ മലയാളികളുടെയും ഓർമ്മയിൽ. അതുകൊണ്ട് ഈ തിരുവോണത്തിന് പൂക്കളം ഒരുക്കുമ്പോൾ, സദ്യയ്ക്ക് മുന്നിൽ കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോൾ ഒരു നിമിഷം മാവേലിയുടെ കഥയും ഓർക്കാം. എല്ലാം ഉണ്ടായിരുന്ന ഒരു രാജാവിനേക്കാൾ എല്ലാം വിട്ടുകൊടുത്തിട്ടും സ്വന്തം വാക്ക് കൈവിടാത്ത ഒരു രാജാവിനെ. അതായിരിക്കാം മഹാബലിയുടെ കഥ ഇന്നും നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ സന്ദേശം. എല്ലാവർക്കും ദ ചുരുൾ ചാനലിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ചരിത്രത്തിൻ്റെ പുരാണങ്ങളുടെ മറഞ്ഞു കിടക്കുന്ന കഥകളുമായി വീണ്ടും കാണാം.